പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസ് റദ്ദാക്കൽ നീട്ടി സലാം എയർ. ഇറാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ 2026 ഓഗസ്റ്റ് 31 വരെ റദ്ദാക്കിയത്. കൂടാതെ 2026 മെയ് 30 വരെ ഇറാഖ്, ലബനാൻ, കുവൈറ്റ്, ഖത്തർ, ഷാർജ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും റദ്ദാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യങ്ങൾ അയവില്ലാതെ തുടരുന്നു. ഇന്ന് അശാന്തമായ സാഹചര്യവും സുരക്ഷാ വെല്ലുവിളികളും വർദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളും മിഡിൽ ഈസ്റ്റിൽ വിമാന കമ്പനികളും അടുത്തിടെ എടുത്ത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ അത് കണക്കിലെടുത്ത വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ താൽക്കാലികമായി റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കൽ നീട്ടിയിരിക്കുകയാണ് കമ്പനി. വ്യോമപാതകൾ അടച്ചതും സുരക്ഷാ മുൻകരുതലുകളും പരിഗണിച്ചാണ് സലാം എയർ അധികൃതർ ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ നിയന്ത്രണം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യത്യസ്ത കാലയളവിലാണ് നടപ്പിലാക്കുന്നത്. ഇറാനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് 31 വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇറാഖ്, ലബനാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം 30 വരെയും നിർത്തിവച്ചിട്ടുണ്ട്. കൂടാതെ കുവൈറ്റ്, ഖത്തറിലെ ദോഹ, UAE-യിലെ ഷാർജ എന്നീ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ മെയ് 30 വരെയും റദ്ദാക്കൽ നീട്ടിയതായും സലാം എയർ അറിയിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും മാറ്റം വരാനും സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഏപ്രിൽ 15 പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും സലാം എയർ അറിയിച്ചിട്ടുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ എയർലൈൻ നേരിട്ട് ബന്ധപ്പെട്ടു വരികയാണ്. കൂടുതൽ വിവരങ്ങളും സഹായങ്ങൾക്കുമായി യാത്രക്കാർക്ക് ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.